ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഏത് പരിപാടി ആയിക്കോട്ടെ, എന്താ പറയുക, എന്ത് പാർട്ടി ആയാലും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പുഡിങ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ പാർട്ടി വ്ളോഗിലെല്ലാം എന്താ പറയുക കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കില്ലേ, വീഡിയോ എടുത്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഡ്രീം വിപ്പ്, 2 നെസ്ലെ ക്രീം, 2 ടിന്നും, പിന്നെ മേരി ബിസ്ക്കറ്റ്, ന്യൂട്ടെല്ല, ഇതെല്ലാമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇളം ചൂടുള്ള പാലിലോട്ട് മേരി ബിസ്ക്കറ്റ് ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്തിട്ട് പുഡിംഗ് ഡിഷിലോട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ എന്താ പറയുക, കേക്കോ ഈവൻ ബ്രെഡോ എന്ത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പെല്ലാം സിസ് റോൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു ഇളം ചൂടുള്ള പാലിലൊന്ന് സോക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഡിഷിൽ 2 ലെയറായിട്ട് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു മിക്സിയിലോട്ട് നമ്മുടെ 1 ടിൻ നെസ്ലെ ക്രീം എടുക്കുക. അതിൽ ഇത്തിരി പാലുകൂടി മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, കുറച്ച് മതി ഒരു ക്രീമെല്ലാം ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടി മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു പാക്കറ്റ് ഇത് ഡ്രീം വിപ്പ് ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീമിൻ്റെ, അതും പിന്നെ ഒരു പാക്കറ്റ് ഇത് കാരമൽ പൗഡർ. അപ്പോൾ ഇത് അതിൻ്റെ യെല്ലോ ഉണ്ടല്ലോ പൊടി, അപ്പോൾ കാരമൽ സോസ് വേണ്ട, ആ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളിത് ബിസ്ക്കറ്റിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ പുഡിംഗ് ഡിഷും മറ്റെന്താ പറയുക ബിസ്ക്കറ്റും ഇതെല്ലാം എത്ര ഉണ്ടാക്കുന്നോ അപ്പോൾ അതിനനുസരിച്ച് നെസ്ലെ ക്രീമിൻ്റെ അളവെല്ലാം കുറച്ച് കൂട്ടിയെടുക്കുക. 1.5 ടിന്നോ 2 ടിന്നോ അങ്ങനെ. അപ്പോൾ ഞാൻ ചെറിയ ഡിഷിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു അളവ് കറക്റ്റാണ്. ഇനി അതെല്ലാം ഒന്ന് തട്ടിക്കൊടുത്തെല്ലാം ലെവലാക്കിയതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായതിന് ശേഷം മാത്രം നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിതാ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ മിക്സിയിൽ തന്നെ വീണ്ടും ബാക്കിയുള്ളൊരു നെസ്ലെ ക്രീം ഉണ്ടല്ലോ 1 ടിന്ന്, അതും അതേപോലെ തന്നെ കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും ഡ്രീം വിപ്പ്, ഒരു പാക്കറ്റ് ഡ്രീം വിപ്പ്. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഇതിലിടുന്നത് ന്യൂട്ടെല്ല ഒരു 2-2.5 ടേബിൾ സ്പൂൺ, ഒരു ഡാർക്ക് കളർ എത്ര എന്താ പറയുക എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സെയിം എന്താ പറയുക മറ്റേതുപോലെ തന്നെ കാരമൽ പൗഡറിന് പകരം ന്യൂട്ടെല്ല ഇടുന്നു. അപ്പോൾ ഇത് ശരിക്കും നല്ല അടിപൊളി പുഡിങ്. എന്താ പറയുക, അടുപ്പൊന്നും കത്തിക്കേണ്ട, ജലാറ്റിനും ഇതും ചൈന ഗ്രാസും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതും അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഇതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു എന്താ പറയുക ലെയർ കൂടി ബിസ്ക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെയും കൂടി ഒഴിക്കാം. പക്ഷെ ഞാൻ ഓൾറെഡി 2-3 ലെയറിൻ്റെ ബിസ്ക്കറ്റ് ആദ്യം വെച്ചതുകൊണ്ട് വീണ്ടും ബിസ്ക്കറ്റ് വെക്കുന്നില്ല. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും എല്ലാം ഒന്ന് ലെവലാക്കി എല്ലാം ഒന്ന് തട്ടിക്കൊടുത്ത് ഒരേപോലെ ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ശരിക്കും ഒരു എന്താ പറയുക തലേന്നെല്ലാം ഉണ്ടാക്കി പിറ്റേന്നെല്ലാം എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൻ്റെ മേലെ ഞാനിതാ ഒന്ന് സെറ്റായതിന് ശേഷം കാരമൽ സോസ് കൊണ്ട് ചുമ്മാ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സോ ഇനി ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാനിത് ഡെക്കറേറ്റെല്ലാം ചെയ്തിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ച്, നല്ല ചൂടല്ലേ, അപ്പോൾ ഇത്തിരി ഒന്ന് മെൽട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.